ദുൽഖർ സൽമാൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയാണ്, പക്ഷേ ഈ ഒരു സിനിമ മിസ് ചെയ്തു. പരാശക്തി കണ്ട ആദ്യ 30 മിനിറ്റ്സ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ദിസ് മൂവി ഈസ് നോട്ട് ഫോർ എവരിവൺ. ആൻഡ് ദ റീസൺ ഇസ് നോട്ട് സുധാ കൊങ്കര, ഇറ്റ്സ് നോട്ട് ശിവകാർത്തികേയൻ, ഇറ്റ്സ് നോട്ട് ദ സ്ക്രിപ്റ്റ്, ഇറ്റ്സ് എ സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യ. ഐ മീൻ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ, നിങ്ങൾക്കിത് എന്തിൻ്റെ പ്രശ്നമാണ്? ബിക്കോസ് ഒരു മൂവി ദറ്റ് ഷുഡ് ഹവ് ബിൻ റിലേറ്റബിൾ ടു മോസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യൻസ്, എ മൂവി ദറ്റ് ഷുഡ് ഹവ് ബിൻ കണക്റ്റഡ് ടു അസ് ഫീൽസ് വെരി ഡിസ്കണക്റ്റഡ്. ബിക്കോസ് ഈ ഒരു സിനിമയിൽ ഒന്നും രണ്ടും അല്ല, 25 സീനാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് പരാശക്തി, ജനനായകൻ്റെ റിലീസ് വരെ അവർ തള്ളി മാറ്റി. ആൻഡ് ദാറ്റ് മൂവി ഹാസ് 27 cuts. വൈ? ബിക്കോസ് ഈ ഒരു സിനിമ ഗവൺമെൻറ്റിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കുന്നു. ബട്ട് ദി ആക്ച്വലി ആർ റെസ്പെക്ടിങ് ഹിന്ദി. ഹിന്ദിനെ റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ സംഭവം പറയുന്നത്. ഹിന്ദി ഇമ്പോസിഷൻ എന്നൊരു കാര്യം എത്ര സിമ്പിളായിട്ട് അവർ പറയാൻ പറ്റുന്നുണ്ടോ അത്രയും സിമ്പിളായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഡസൻ കണക്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞു 27 സീൻസാണ്. 27 സീൻസ് വിച്ച് ഷുഡ് ഹവ് ബിൻ ഹൈലി ഇമ്പാക്ട്ഫുൾ ഫോർ ദ മൂവി വെർ ഡിലീറ്റഡ് ബിക്കോസ് ഇറ്റ് സ്റ്റോഡ് അഗൻസ്റ്റ് ദ ഗവൺമെൻറ്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ, കേരള സ്റ്റോറി പോലത്തെ ഒരു ചവറ സിനിമ, ഒരു പ്രൊപ്പഗാൻഡ ഫിൽഡ് ആയിട്ടുള്ള ഒരു ഹേറ്റ്രഡ് സ്പ്രെഡിങ് സ്റ്റോറി വെൻറ്റ് ഓൺ ടു വിൻ നാഷണൽ അവാർഡ്സ്. അതിന് 0 cuts ആയിരുന്നു, ഒരുത്തിനും ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് യു ഫൗണ്ട് എ ബിഗ് ത്രെറ്റ്. അത് എന്താണെന്നുള്ളത് നമുക്ക് ആരും മനസ്സിലായിട്ടില്ല. എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ഐ ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് റോങ് ഇൻ ഇറ്റ്. ബിക്കോസ് അവർ പറഞ്ഞ വിധം ഇറ്റ്സ് എ വെരി പൊളിറ്റിക്കലി, ഇതിലും പ്രൊപ്പഗാൻഡ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഗവൺമെൻറ് അഗേൻസ്റ്റ് സംസാരിച്ചു എന്നുള്ളൊരു കോൺസെപ്റ്റാണോ അവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇത്രയും സീൻസ് കട്ട് ചെയ്തതെന്ന് എനിക്കൊരു ഫീൽ ഉണ്ട്. ആൻഡ് ഇലക്ഷൻസ് ആർ കമ്മിങ് അപ്പ്. ഇറ്റ് ഈസ് എ പ്രൊപ്പഗാൻഡ ഫിലിം. ദ ഇലക്ഷൻസ് ആർ കമ്മിങ് അപ്പ്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ദേ റിമൂവ് ദ എൻറ്റയർ മീനിങ് ഓഫ് ദ മൂവി അവർ ഒറ്റ അടിക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് പ്രോബബ്ലി വൈ കുറേ പേരിന് ഈ ഒരു സിനിമ കണക്റ്റ് ആവത്തില്ല, കുറേ പേരിന് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവത്തില്ല. ഹിന്ദി ഇമ്പോസിഷൻ എനിക്ക് കുറേ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, വെൻ ഐ വാച്ച് ദ മൂവി ഐ വാസ് നോട്ട് കണക്റ്റഡ്. അത്രയും ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. ആൻഡ് ദിസ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ദ സ്ക്രിപ്റ്റ് ഇറ്റ് സെൽഫ്, ഇറ്റ് ഈസ് ബിക്കോസ് കുറേ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സീൻസ് അവർ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടുണ്ടാകും. ആൻഡ് ദിസ് ഇസ് സംതിങ് ദറ്റ് ഷുഡ് ചേഞ്ച്. നമ്മൾ ഡെമോക്രാറ്റിക് എന്ന ഒരു കൺട്രി എന്ന് പറയുമ്പം we have freedom of speech, we have the right to talk about what's not right, what's right. ആ ഒരു കോൺസെപ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് ബീങ് എ ഡെമോക്രാറ്റിക് കൺട്രി? ഇത്രയും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഐ ഹവ് നോട്ട് സീൻ. ലൈക്ക് വെൻ യു ക്യാൻ ഇത്രയും ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നതിന് താങ്ക്സ് സെൻസർ ബോർഡ്. സോ കമ്മിങ് ടു ദ റിവ്യൂ ഓഫ് ദ മൂവി, ദിസ് മൂവി ഹാസ് എ ലോട്ട് ഓഫ് പ്രോസ് ആൻഡ് എ ലോട്ട് ഓഫ് കോൺസ്. ഈ ഒരു മൂവീൻ്റെ കോൺസിന് തൊട്ട് ഞാൻ പറയാം. ബിക്കോസ് പ്രോ കുറച്ച് കാര്യങ്ങളുണ്ട്, കോൺസ് ആണ് എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയത്. സോ ദ കോൺസ് ഇസ് സുധാ കൊങ്കര ഇറ്റ്സെൽഫ്. ബിക്കോസ് സുധാ കൊങ്കര പോലത്തെ ഒരു ഡയറക്ടർ കഴിഞ്ഞ് എക്സ്പെക്ട് എ മൂവി വി സെറ്റ് ആ സ്റ്റാൻഡേർഡ്സ് ആയി. നമ്മളിപ്പം സുരരെ പോട്ടർ ആണെങ്കിലും ഇർദി സുട്ടർ ആണെങ്കിലും ദീസ് വർ ബ്രില്യൻറ്റ് മൂവീസ് മെയ്ഡ് ഫ്രം ഹർ. ആൻഡ് ഈവൻ ദോ സുരരെ പോട്ടർ ഹാഡ് എ വെരി ക്ലീഷേ, വെരി പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിൽ പോലും വി വർ ഹുക്ക് ടു ദ സ്റ്റോറി. ആൻഡ് ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് സ്റ്റോറി ടെല്ലിംഗ്, ദ ഇമ്പാക്ട് ഓഫ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഇമോഷണൽ കണക്ഷൻ ഷി ബിൽഡ് ത്രൂ ദ സ്റ്റോറി. പക്ഷേ ഈ ഒരു മൂവിയിൽ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി മിസ്സിങ്. ബിക്കോസ് ഹിന്ദി ഇമ്പോസിഷൻ പോലത്തെ ഒരു ടോപ്പിക് സംസാരിക്കുമ്പോൾ ദിസ് ഇസ് ലോട്ട് ഓഫ് തിങ്സ് ദറ്റ് യു ക്യാൻ കണക്ട് ടു. പക്ഷേ എനിക്ക് ഒന്നിൽ പോലും അത്രയും സ്ട്രോങ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് കിട്ടിയില്ല. ആൻഡ് ദ ഡയലോഗ്സ് വെർ ദാറ്റ് വീക്ക് ആൻഡ് ദ ക്യാരക്ടർ ഇറ്റ് സെൽഫ് വാസ് നോട്ട് ദാറ്റ് ഇമ്പാക്ട്ഫുൾ. ബിക്കോസ് സുരരെ പോർട്ടിൽ നെടുമാരനായാലും ഇർദി സുട്ടറിന് ആദി ടോമർ ആയാലും ദേ ഹാഡ് ദർ ഇമ്പാക്ട്. ഇറ്റ് വാസ് എ വെരി സ്ട്രോങ് കണക്ഷൻ ദറ്റ് വി ഹാഡ് വിത്ത് ദ ക്യാരക്ടർ. പക്ഷേ ഈ ഒരു സിനിമയിൽ ശിവകാർത്തികേയൻ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് പോലും വി വർ നോട്ട് ഏബിൾ ടു റിലേറ്റ് ടു ഹിസ് ഇൻറ്റെൻറ്റ്, വി വർ നോട്ട് ഏബിൾ ടു ക്യാച്ച് ഹിസ് ഇമോഷൻസ്. ആൻഡ് ദാറ്റ് was what failed for me in this movie mainly. Plus Sreeleela ആണെങ്കിലും അവിടെ തകർത്ത് അഭിനയിച്ചിട്ട് പോലും I didn't feel that necessity of the role. Like it felt very watered down. And especially in a Sudha Kongara movie where female characters അവരുടേതായ ഒരു ഇമ്പാക്റ്റും അവരുടേതായ ഒരു നെസസിറ്റിയും ആ ഒരു സ്റ്റോറിലൈൻ ഉണ്ടാകും. ഇപ്പം അപർണ ബാലമുരളി ഇല്ലാതെ ആ ഒരു സൂര്യ പോർട്ടിൻ്റെ സ്റ്റോറി ഡസൻ ഗോ ഹെഡ്. അത്രയും മാത്രം ഇമ്പോർട്ടൻസ് ആണ് ഒരു ക്യാരക്ടറിന്. ആൻഡ് ഋത്തിക ഹാഡ് ഹെർ ഓൺ ഇമ്പോർട്ടൻസ് ഇൻ ഇർദി സുട്ടർ. ആ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ദിസ് മൂവി വുഡൻറ്റ് ബി സക്സസ്ഫുൾ. Ritika even won national award for it, and that's the kind of movie that Sudha Kongara makes. പക്ഷേ ഈ ഒരു മൂവിയിൽ her character had no importance. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നെസസിറ്റി ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫിൽ I didn't even realize that character was not there. ശ്രീലീലയുടെ ക്യാരക്ടറിന് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ആൻഡ് റൊമാൻസ് സീൻസ് ആണെങ്കിൽ ഭയങ്കര ലാഗി ആൻഡ് ഡ്രാഗ്ഡ് ആയിട്ട് തോന്നി. ഇറ്റ് വാസ് നോട്ട് നെസസറി. അനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് എന്ന് തോന്നിപ്പോയി. ബിക്കോസ് ഓൾമോസ്റ്റ് 25 to 30 minutes ഓഫ് ദ സ്ക്രീൻ ടൈം വെറും റൊമാൻസ് മാത്രം എടുത്തു. കുറേ പാട്ടുമുണ്ട്, ഒന്നും മനസ്സിൽ പോലും നിൽക്കാത്ത കുറേ പാട്ടുകളുണ്ട്.
ഇതൊക്കെയാണ് എനിക്ക് ഈ മൂവിയിൽ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയത്. ആൻഡ് ദ ലാക്കിംഗ് ഓഫ് ഇമോഷണൽ കണക്ഷൻ. കുറേ കാര്യങ്ങൾ നമ്മളെ ഇമോഷണലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ട് ഈവൻ ദ പ്രൊട്ടസ്റ്റ് ഫെൽറ്റ് വെരി ഇമോഷണലി വീക്ക്. അവരെന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിട്ട് പോലും ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ലായിരുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ കോൺ. വിത്ത് ദ സോങ്സ് ഇറ്റ് വാസ് ഓക്കെ. പക്ഷേ ഇതിൻ്റെ പ്രോസ്റ്റോട്ട് വരുമ്പോൾ ആദ്യത്തെ സ്റ്റാർട്ടിങ് വിത്ത് GVPrakash, പുള്ളിക്കാരൻ്റെ BGM സോങ്സ് ഞാൻ പറഞ്ഞ അത്രയ്ക്കും ഇമ്പാക്റ്റ്ഫുൾ അല്ലായിരുന്നു. പക്ഷേ BGM ഓരോ എൻട്രി സ്കോർ, ഇപ്പം ശിവകാർത്തികേയൻ്റെ ആ എൻട്രി സീനായാലും ഇൻ്റർവെൽ ബ്ലോക്ക് ആണെങ്കിലും, പിന്നെ അതേപോലെ തന്നെ ജയം രവിൻ്റെ സ്കോർ അല്ലെങ്കിൽ രവി മോഹൻ്റെ സ്കോർ കിഡിലം, അടിപൊളിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഡയലോഗിനെയും കാട്ടിലും ഇമ്പാക്റ്റ് വന്നത് ആ ഒരു മ്യൂസിക്കിൻ്റെ കൂടെയാണ്. അടിപൊളി. ഞാൻ പറഞ്ഞു തിയേറ്ററിൽ നിന്ന് ഞാൻ പുറത്തു വന്നിട്ട് കുറച്ച് ഇമ്പാക്റ്റ് തന്ന ഡയലോഗ്സ് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ദ ഡയലോഗ് ഇറ്റ് സെൽഫ് ഇസ് നോട്ട് വെരി സ്ട്രോങ്. പക്ഷേ നമ്മൾ ആ BGM കൂടെ വരുമ്പം വേറെ ലെവൽ ഇമ്പാക്റ്റാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഡയലോഗ്സിൽ മ്യൂസിക് ഹാഡ് ഇറ്റ്സ് ഓൺ റോൾ ടു പ്ലേ. അത്രയും മാത്രം എഫേർട്ട് ഉണ്ട്. GVPrakash കൊന്നു. ഈ ഒരു സിനിമയിൽ പുള്ളിക്കാരൻ അടിപൊളിയാണ്. ആൻഡ് അതിൻ്റെ കൂടെ ഈ ഒരു മൂവിൻ്റെ സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് പറഞ്ഞാൽ രവി മോഹനാണ്. പുള്ളിക്കാരൻ എൻജോയ് ചെയ്തിട്ട് ആ ഒരു വില്ലനിസം ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് പീക്ക് വില്ലനിസം. ബിക്കോസ് ഞാൻ എക്സ്പെക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ശിവകാർത്തികേയൻ ഐ എക്സ്പെക്ട് സർട്ടൻ സെറ്റ് ഓഫ് ആക്ടിങ് ആൻഡ് ഹി ഡിഡ് റിയലി ഗുഡ്. ലൈക്ക് എക്സ്പെക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ രവി മോഹൻ മൈൻഡ് ബ്ലോയിങ് എന്ന് വെച്ചാൽ പീക്ക് വില്ലനിസം ആയിരുന്നു. പുള്ളി ലൈക്ക് ഐ സെഡ് ഹി എൻജോയ് ഡൂയിങ് ഇറ്റ്. ഇറ്റ് ഓൾമോസ്റ്റ് ഫെൽ ലൈക്ക് ഐ വാസ് വാച്ചിങ് ഹാൻസ് ലാൻഡർ ഫ്രം ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ്. അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ പുള്ളി ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ്റെ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഫെൽ നൈസ് വെൻ ലൈക്ക് ആക്ടേഴ്സ് ആർ എക്സ്പെരിമെൻറ്റിങ് വില്ലൻ സൈഡ് ഓഫ് മൂവീസ്. ഞാൻ കുറച്ച് മിസ് ചെയ്തൊരു കാര്യമാണ് തമിഴ് സിനിമയിൽ. പക്ഷേ ഇറ്റ്സ് ഗുഡ് ദറ്റ് ദേ ആർ ഡൂയിങ് ഇറ്റ്. ബോഗനിലത്തെ കുറച്ച് കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ദിസ് വാസ് കംപ്ലീറ്റ്ലി ഓഫ് ദ ബുക്സ് ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. അതല്ലാതെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ചില ഷോട്ടൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഇതല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇറ്റ്സ് സുധാ കൊങ്കര ഇറ്റ് സെൽഫ്. ബിക്കോസ് 1960s ഈ ഒരു സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹിന്ദി ഇമ്പോസിഷൻ, അതായത് നാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി വരണം എന്ന് പറഞ്ഞിട്ട് 1960s വന്നപ്പം ആ കുറച്ച് കാര്യങ്ങൾ ഇറ്റ് വാസ് ഗ്രേറ്റ് ഹൗ ഷീ ഷോഡ് ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സൗത്ത് ഇന്ത്യൻസ്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും ഇമ്പാക്റ്റ് ആകുന്നതെന്നുള്ള കാര്യം പുള്ളിക്ക് അടിപൊളിയായിട്ട് കാണിച്ചു. പക്ഷേ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത സൈഡുണ്ടല്ലോ, അതാണ് വീക്കായി പോയത്. സോ 1960s ആ ഒരു സെറ്റാണെങ്കിലും ആ എഫേർട്ട് ഷീ പുട്ട് ടു ബ്രിങ് ഔട്ട് ദറ്റ് ഒത്തൻറ്റിക് 90s ഫീൽ വാസ് ഗ്രേറ്റ്. ഇപ്പം അഥർവ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാവരും അടിപൊളിയാണ്. സെറ്റ് കുറച്ച് കോൺസ് ഉണ്ട്. അതിൻ്റെ കൂടെ സെൻസർ ബോർഡിൻ്റെ ഒരു 25 കട്ട് വന്നപ്പം പൂർത്തിയായി. ഇപ്പം ഇതിൻ്റെ കണ്ടീഷൻ ഇതാണെങ്കിൽ ഐ ജസ്റ്റ് വണ്ടർ വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് ജന നായകൻ. 27 കട്ടാണ് ആ സിനിമയിലുള്ളത്. അതിനൊപ്പം Jan 9th റിലീസ് ആവുന്ന ഒരു സിനിമ 21 ആ സിനിമേൻ്റെ ഹിയറിംഗ് വെച്ചേക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് 48 മണിക്കൂർ, അന്ന് ഒരു പോസിറ്റീവ് ഇതാണെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഒരു സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രം റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയും മോശം അവസ്ഥയാണ് ജനനായകനുള്ളത്. സോ ഐ എം നോട്ട് റിയലി ഷുവർ വാട്ട് ഐ ഷുഡ് ബി സേയിങ് ഓവർ ദിസ്. ഇറ്റ് ഫീൽസ് നൈസ് വെൻ മൂവീസ് ലൈക്ക് ദിസ് ആർ ബീങ് മെയ്ഡ് ദറ്റ് ടോക്സ് അബൌട്ട് സ്റ്റിഗ്മ ടോപ്പിക്സ്. ഇത് നടക്കാത്തൊരു കാര്യമില്ല, നടന്ന ഒരു കാര്യം. ഇന്നും കുറേ പൊട്ടന്മാർ ഹിന്ദി ഈസ് ദ നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കുറേ പൊട്ടന്മാരുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഡസൻറ്റ് ഫീൽ നൈസ് ടു ബി സർപ്രൈസ്. ബിക്കോസ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. വൈ ഡു വി നോട്ട് ഹാവ് എ നാഷണൽ ലാംഗ്വേജ്, വൈ ഡു വി നോട്ട് നീഡ് എ നാഷണൽ ലാംഗ്വേജ് എന്നുള്ളൊരു കാര്യം പറയുന്ന കുറേ മൂവീസ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് മൂവീസ് ലൈക്ക് കേരള സ്റ്റോറി ഹാവ് നോ പ്രോബ്ലം. ബട്ട് എനിവേസ് ദിസ് ഇസ് മൈ റിവ്യൂ ഓൺ ദ മൂവി. ആൻഡ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമൻസിൽ പറയാൻ. ഇൻ കേസ് ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ്, ഡു സബ്സ്ക്രൈബ് ആൻഡ് ഐ ഷാൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.